തിരുവനന്തപുരം പോത്തങ്കോട് ശാന്തിഗിരിക്ക് അടുത്തായിട്ടാണ്. അതായത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 800 മീറ്റർ മാത്രം മാറിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. പക്ഷേ നമുക്ക് ശാന്തിഗിരിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് പറയുന്നതിനേക്കാളും പോത്തങ്കോട് വെഞ്ഞാറമൂട് റോഡിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ. 2 വഴികളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വഴി പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ ശാന്തിഗിരിയിലേക്ക് അങ്ങോട്ട് തിരിയുന്ന പൂലന്തറ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുമ്പോൾ ശാന്തിഗിരി ആശ്രമം വരും. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അതിൻ്റെ ഇടയിലൂടെ തന്നെ കാണുന്ന ആ ഒരു വഴി വലത്തോട്ട് തിരിഞ്ഞ് നമ്മൾ കുറേ ദൂരം വന്നു കഴിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. രണ്ടാമത്തെ വഴി വരുമ്പോഴത്തേക്കും പൂലന്തറ ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും മുന്നിലോട്ട് വരുമ്പം കലുങ്ക് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ജംഗ്ഷൻ വരും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഷീജ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞ റെസ്റ്റോറൻറ്റ് കാണാം. സൊസൈറ്റി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഇടത്തോട്ട് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ഒരു 100-150 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ്. ഞാൻ അതിൻ്റെ ഒരു ഡ്രോൺ വിഷ്വൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. അതായാലും ലോറി കയറി വരുന്ന വഴിയാണ്. പക്ഷേ നമുക്ക് ആ ഒരു കലിങ്ങിന് താഴേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കോൺക്രീറ്റ് റോഡ് പോകുന്നതാണ്ടോ. ഇനി കുറച്ച് ദൂരം വന്നിട്ട് അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം നമുക്ക് ആ കോൺക്രീറ്റ് ഇനി സാങ്ഷനായി കിടക്കുവാണ്, വർക്ക് തീരാനുണ്ട്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി കൊണ്ടുവരാം. ഇപ്പം നിലവിൽ നമുക്ക് കാറുകളെല്ലാം വരുന്നുണ്ടാവും, പക്ഷേ വലിയ വണ്ടികൾ കൊണ്ടുവരാൻ ഇത്തിരി ഒന്ന് പാടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡിനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി 15 സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത്. ഇനി നമുക്ക് ആ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് വരാം കേട്ടോ. നിങ്ങൾ വെഞ്ഞാറമൂട് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി പെറ്റൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫേവറേറ്റ് ഹോംസിൻ്റെ ഒരു പ്രോജക്റ്റൊക്കെ ഉണ്ട്. അതിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. ഇത് ടോട്ടലായിട്ട് 15 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. നമുക്ക് ഈ റോഡിൽ നിന്ന് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. എങ്ങനെ വെച്ചാൽ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന ഒരു പ്രൈവറ്റ് റോഡാണ്. നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ വേറൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. അത് അതിനെക്കാട്ടും കമ്പാരിറ്റീവ്ലി വീതി കുറഞ്ഞ ഫ്രണ്ടേജാണുള്ളത്. നമുക്ക് ഇങ്ങനെ ടോട്ടലായിട്ട് 15 സെൻറ്റ് സ്ഥലമാണുള്ളത് കേട്ടോ. പക്ഷേ നിങ്ങൾ ഈ പ്ലോട്ട് എടുക്കുന്നവർ ഇവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ആ റോഡ് ഇതിലേക്ക് ചിലപ്പോൾ മെർജ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് ആ റോഡ് ഫ്രണ്ടേജും കൂടെ പ്രോപ്പർട്ടി കിട്ടുന്ന രീതിയിലാവും. എന്തായാലും ഇത് നല്ലൊരു വിലക്കുറവിലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ റോഡരികത്ത് പോത്തങ്കോട് വെഞ്ഞാറമൂട് മെയിൻ റോഡിൽ നിന്ന് ഇത്ര അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി സാധാരണഗതിയിൽ ചോദിക്കുന്നത് നല്ല റേറ്റ് ആയിരിക്കും. ഇതിന് ചോദിച്ചിട്ടുള്ളത് 3.5 ലക്ഷം രൂപയെ ചോദിച്ചിട്ടുള്ളൂ. പക്ക കരഭൂമിയാണ്. ഈ കാണുന്ന പോലെ വീടുകളുള്ള ലൊക്കേഷനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോത്തങ്കോട് ജംഗ്ഷനിൽ കയറാം. ശാന്തിഗിരി ആശ്രമം തൊട്ടടുത്താണ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ലൊക്കേഷൻ. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിക്കാം. നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ്. ചുറ്റിലും ഇതുപോലെ കരിങ്കല്ല് കെട്ടി നമുക്കൊരു ബേസ്മെൻറ്റ് ചെയ്ത് അതിൽ തിരിച്ചിട്ടുണ്ട്. ഒരു കിണർ നമുക്ക് ഓൾറെഡി പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. നമ്മളിനി കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഇനി വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കിത് ഇങ്ങനെ ഒരു നല്ലൊരു വീട് വെച്ച് കഴിഞ്ഞാൽ പിൻവശത്തേക്കും മുൻവശത്തേക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ സ്പേസ് വിട്ട് വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിക്കോ. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് 3.5 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷന് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്.